ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ഉപയോഗിച്ചിട്ട് വേസ്റ്റായിട്ട് കളയുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്കിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ കവറൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബോട്ടിലിൻ്റെ ക്യാപ്പുള്ള പോർഷൻ നമുക്ക് വേണ്ട, ഈ താഴത്തെ പോർഷനാണ് നമുക്ക് വേണ്ടത്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫോം ഷീറ്റിൻ്റെ കട്ട് ചെയ്ത പീസസ് ആണ്. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തതല്ല. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. അപ്പോൾ അതിന് വേസ്റ്റ് വന്ന ഫോം ഷീറ്റാണ് ഇത് നമുക്ക് ഓരോന്നായിട്ട് ഈ ബോട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചു കൊടുക്കുമ്പം ഡയറക്റ്റായിട്ട് ഗ്ലൂ നമ്മൾ ബോട്ടിലിൽ വെക്കാൻ പാടില്ല. കാരണം ചൂട് കാരണം ചിലപ്പം അതിൻ്റെ ബോട്ടിലിൻ്റെ ഷേപ്പ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാനേ. അതുപോലെ തന്നെ ഈ പീസസ് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇത് ഒത്തിരി അങ്ങ് അടുപ്പിച്ച് ഒട്ടിച്ച ഒരു വൃത്തി കാണത്തില്ല. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഈ ബോട്ടിൽ കാണുന്ന രീതിയിൽ ഗ്യാപ്പ് വിട്ടിട്ട് അവിടെ ആയിട്ട് ഒട്ടിച്ചാലാണ് ഇത് കൂടുതൽ ഭംഗി കാണാൻ. പിന്നെ ഞാനിവിടെ റെഡ് കളർ ഫോം ഷീറ്റ് മാത്രമാണ് ഒട്ടിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് പല കളറിലുള്ളതാണ് ഇഷ്ടമെങ്കിൽ ഇത് നമുക്ക് വെറൈറ്റി ആയിട്ട്, അതായത് ഒത്തിരി കളേഴ്സ് ആഡ് ചെയ്ത് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതല്ല, 2 കളറാണെങ്കിൽ ഇപ്പം യെല്ലോയും റെഡും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഏകദേശം ഞാൻ ഈ ഫോം ഷീറ്റ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട്. എന്നാൽ നമുക്ക് ഇതിനൊരു ബോർഡർ ലൈൻ കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ കളറിലുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു 1 സെൻറ്റിമീറ്റർ വെച്ച് ഇത്രയും നീളത്തിൽ നമുക്കൊന്ന് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 2 പീസസ് നമുക്ക് വേണം. ഇതിൻ്റെ ഒരു പീസ് ഞാനിവിടെ ഈ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഒന്ന് ചുറ്റി കറക്റ്റ് അളവെടുത്ത് അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പല സാധനങ്ങളും വേണ്ടാന്ന് വെക്കാം. അതായത് പെൻ സ്റ്റാൻഡ് ഒഴിവാക്കാം, നല്ല വീട്ടിനകത്ത് വെക്കാം, ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കാൻ ഉള്ള ചെടിച്ചട്ടികൾ, ചെറിയ ചെടിച്ചട്ടിക്ക് പകരം നമുക്കിത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലവർ പോട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം, പ്ലാസ്റ്റിക് പൂക്കളൊക്കെ ഇട്ട് വെക്കാം. ഇങ്ങനെ പല ഉപയോഗങ്ങളും ഇതിനുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്ലൈഡുകളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഒരു ബോട്ടിൽ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കളയാതെ ഇതുപോലെയൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ ഫോം ഷീറ്റും കൂടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.